പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ട് പോകാനെന്നോ, ഞങ്ങൾ 1.5 മാസത്തിന്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോവാട്ടോ. പാപ്പു ഇതൊന്നും അറിയണില്ല കേട്ടോ. അവൾ ഇന്ന് എന്താണ് പതിവില്ലാണ്ട് ഭയങ്കര ചിരിയും സന്തോഷമൊക്കെ ആയിരുന്നു ആൾക്ക്. കുത്തിട്ടാൻ പോണ പോക്കാണെന്ന് കൊച്ചിനെ അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ അതാ ഉടുപ്പൊക്കെ ഇട്ട് റെഡി ആവുകയാണ്. കൺമഷി ഒന്നും എഴുതിയില്ല, കണ്ണൊന്നും എഴുതിയില്ല കേട്ടോ. കണ്ണും പിരുകൊന്നും എഴുതിയില്ല. പിന്നെ ഒരു പൊട്ട് തൊട്ടു. പിന്നെ കവളത്ത് പൊട്ട് നമുക്ക് മസ്റ്റാലോ, അതില്ലാത്ത ഒരു പരിപാടിയില്ല നമുക്ക്. കവളത്ത് ഒരു കുത്തി. അപ്പോൾ ഞങ്ങളിങ്ങനെ സുന്ദരി ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അതെ, ഒരു കാര്യം പറയട്ടെ, നമുക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. പിന്നെ നമ്മുടെ വീഡിയോ സബ് ചെയ്യാണ്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ ഒന്ന് സബ് ചെയ്തൂടെ, ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും നമ്മളെ. അപ്പോൾ അതാ ഞങ്ങൾ സുന്ദരി ആയിക്കൊണ്ടിരിക്കുവാണ്. ഹോസ്പിറ്റലിൽ പോവാൻ ഞാനും അമ്മയും കൂടിയാണ് പോണേ. അപ്പോൾ അപ്പുച്ചേട്ടായി സ്കൂളിൽ പോയേക്കാം. അപ്പുച്ചേട്ടായി രാവിലെ പറഞ്ഞിട്ട് പോയത് കുഞ്ഞാവിനെ കൊണ്ടുപോകണ്ട, ഇഞ്ചക്ഷൻ ഇരിക്കണ്ട, കുഞ്ഞാവിക്ക് വേദന എടുക്കും, വേണ്ട അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് ആള്. പക്ഷെ നമുക്കത് പറ്റില്ലല്ലോ, ഇഞ്ചക്ഷൻ എടുക്കണ്ടേ. വേണ്ട റെഡിയാക്കി പാമ്പേഴ്സൊക്കെ ഇടിച്ച് കഴിഞ്ഞ് പുതിയ പാമ്പേഴ്സ് ഇട്ടേ ഉള്ളൂ. അപ്പം തന്നെ അവൾ അപ്പിട്ടു. പിന്നെ ഞാൻ അതെല്ലാം മാറ്റി വെച്ചത് വീണ്ടും വേറെ ഒരെണ്ണം എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് നോക്കണേ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അമ്മ നിൽക്കണ്ട്. അപ്പോൾ അമ്മേനെയാണ് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ വീണ്ടും സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായി. അപ്പോൾ ഇവിടെ അടുത്തൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ പോകാമെന്ന് ഓർത്തോണ്ടാട്ടോ ഇരിക്കണേ. അപ്പോൾ ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചേരം കഴിയുമ്പോഴത്തേക്കും ഓട്ടോറിക്ഷ വരും. അപ്പോൾ അതാ ഞങ്ങൾ റെഡിയായി. ഞങ്ങളിതാ സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇതാ നോക്ക്, ഞാൻ സുന്ദരി ആയിട്ടില്ലേ? അപ്പോൾ ഞങ്ങൾ കൊച്ചറിയണില്ല, പാവം. ഞാൻ കുത്തുകൊള്ളാൻ പോവാണെന്ന് പാവാതെ അറിയണ്ടോ. അപ്പോൾ അതാ പിന്നെ നമ്മൾ പോകാൻ നേരത്ത് ഞാൻ പാമ്പേഴ്സ് എടുത്തിട്ടുണ്ട്, ആവശ്യം വന്നാലോ. പിന്നെ നമ്മുടെ അമ്മയും കുഞ്ഞും കാർഡ് കൊണ്ടുപോകണം, ആധാർ കാർഡ് കൊണ്ടുപോകണം. അപ്പം അതൊക്കെ എടുത്ത് ബാഗിലേക്ക് എടുത്ത് വെച്ച് സെറ്റാക്കിട്ടോ. പിന്നെ അച്ചായി അപ്പത്തേനും വന്ന് കൊച്ചിനെ കളിപ്പിച്ചു. കുറച്ച് നേരം അച്ചായോട് കുറേ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. അവളിങ്ങനെ നോക്കി കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഇവിടെ ഭയങ്കര മഴയാട്ടോ, ഭയങ്കര മഴയാണ്. അപ്പോൾ കൊച്ചിനാണെങ്കിൽ ഒട്ടും തണുപ്പ് അടിച്ചുകൂടാ, അവൾക്ക് തണുപ്പ് ഒട്ടും ഇഷ്ടമില്ല അവൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ടർക്കിയൊക്കെ എടുത്ത് ഭയങ്കര മടിയാണ്, കുളിക്കാനും മടിയാക്ക്. ഭയങ്കര തണുപ്പല്ലേ, തണുപ്പ് സഹിക്കൂല ആള്. പിന്നെ അമ്മ എന്നിട്ട് പിന്നെ ടർക്കിയൊക്കെ എടുത്ത് അവൾക്ക് തണുക്കാതെ, നല്ല മഴയാണ് പുറത്ത്, അപ്പോൾ തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ, നമുക്ക് കുഞ്ഞുമാവ് ഉണ്ടായി കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് തരില്ലേ അവർ പൊതിഞ്ഞ്, അതുപോലെ നല്ലോണം പൊതിഞ്ഞ് അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഒതുങ്ങി ഇങ്ങനെ കിടന്നോളും. അങ്ങനെ പൊതിഞ്ഞെടുത്തു കേട്ടോ. പിന്നെ അമ്മാമ്മയും ഓട്ടോറിക്ഷ വരാൻ കുറച്ച് സമയം എടുക്കാമായിരുന്നു. പിന്നെ അമ്മാമ്മയും കുഞ്ഞാവയും തമ്മിൽ ഒരുപാട് നേരം സംസാരിച്ച് ചിരിയും ഒക്കെ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എന്തെന്നില്ലാത്ത ചിരിയും കളിയായിരുന്നു അന്ന് കൊച്ചിന്. എന്താണെന്നറിയില്ല, കൊച്ചറിഞ്ഞോ ആവോ കുത്ത് കിട്ടാൻ പോകണമെന്ന്. പാവം, അതിനറിയില്ലല്ലോ കുത്ത് കിട്ടാൻ പോവാണ് എന്നുള്ള കാര്യം അതിനറിയില്ല. കാര്യം മക്കൾക്ക് വേദന എടുക്കും, ഇഞ്ചക്ഷൻ എടുത്താൽ കൊച്ചു കരയും, പനിക്കും വേദന എടുക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അവർക്കൊക്കെ നൽകാൻ പറ്റുന്ന അവരുടെ അവകാശമല്ലേ ഇഞ്ചക്ഷൻ എടുക്കാന്ന്, വാക്സിനേഷൻ എടുക്കാന്നുള്ളത്. നമ്മുടെ അവരുടെ കറക്റ്റ് സമയങ്ങളിൽ നമ്മൾ വാക്സിൻ എടുത്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ അവരത് ചോദിക്കില്ല, ഇപ്പം ചോദിക്കില്ല. പക്ഷെ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ നമ്മൾ എടുത്തില്ലെങ്കിൽ അവർ ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പനിക്കും വേദനിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ നമുക്ക് സമയങ്ങളിൽ അവർക്ക് വാക്സിനേഷനൊക്കെ എടുക്കണം കേട്ടോ. അതൊന്നും ആരും മറക്കില്ല എന്നറിയാം. എന്നാൽ പോലും നമ്മൾ സമയത്ത് അവർക്ക് വാക്സിനേഷനൊക്കെ എടുത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് വേദന സഹിച്ചാലെന്താ, നമ്മളെ കൊച്ചുങ്ങളെ നമുക്ക് ആരോഗ്യത്തോടെ കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങളിതാ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അമ്മാമ്മയും കുഞ്ഞാവയും നല്ല കളിയും വർത്താനാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഓട്ടോറിക്ഷ വന്നു. പിന്നെ ഇതാ അമ്മ കുഞ്ഞുവാവയും ഞാനും കൂടെ നല്ല മഴയാണ് പുറത്ത്. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോയി ഹോസ്പിറ്റലിലെത്തി. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഉറക്കാട്ടോ അപ്പോഴത്തേനും. പിന്നെ നമുക്ക് 11ാമത്തെ നമ്പറാണ് കിട്ടിയത്. പിന്നെ നമ്പർ എത്തി. കുഞ്ഞാവയുടെ വെയിറ്റ് ഒക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്. നമ്മൾ ഡോക്ടറെ കണ്ടിട്ടാണ് പോയത്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്. സാറ് നമ്മുടെ ഇതിനകത്തൊക്കെ ബുക്കിനകത്തൊക്കെ എഴുതിയതാണ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് കയറി കേട്ടോ. പിന്നെ വീട്ടിൽ വന്നു. കുഴപ്പമൊന്നുമില്ല, ആൾ നല്ല കളിയൊക്കെയാണ്. പക്ഷെ അന്നേരം ആൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായൊന്നുമില്ല. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു ഉറക്കം കഴിഞ്ഞ് എണീച്ചപ്പോഴത്തേക്കും എൻ്റെ പൊന്നു ഭയങ്കര വേദന. 3 ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു കേട്ടോ, 2 കാലിനും 1 കൈക്കും എടുത്തായിരുന്നു.
പിന്നെ പോളിയോ ഉണ്ടായിരുന്നു, പിന്നെ ഒരു തുള്ളിമരുന്നും ഉണ്ടായിരുന്നു വയറിളക്കത്തിൻ്റെ. ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്നിരുന്നാലും നമ്മൾ വാക്സിനേഷനൊക്കെ